ഹലോ മഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഡേ 4ലും ഡേ 5ലും നമ്മുടെ ടൈം ടേബിൾ അനുസൃതമായിട്ടുള്ള ടോപ്പിക്സാണ്, മീൻസ് ടു ഡു ലിസ്റ്റാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. PSC ബിഗിനേഴ്സിന്, ഇപ്പോൾ PSCയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാകത്തില്ല. ഏത് ബുക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഏത് വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം, അല്ലെങ്കിൽ ഏതിനാണ് ആഴത്തിൽ ഏതൊക്കെ പഠിക്കണം എന്നതൊന്നും ഒരു ധാരണ ഉണ്ടാകത്തില്ല. അവർ മേ ബി ചിലപ്പോൾ ഒരു റാങ്ക് ഫയൽ വാങ്ങും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു SCRT ഗൈഡ് വാങ്ങിയിട്ട് ഇങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് പഠിച്ചു തുടങ്ങി അങ്ങനെയൊക്കെ ആകാം, അല്ലെങ്കിൽ ഒരാളെങ്കിലും അങ്ങനെ ആകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ PSCയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കോച്ച് സെൻറ്ററിൽ പോയി പഠിക്കുന്നവർക്ക് അവർ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അവർക്കത് ഫോളോ ചെയ്ത് വേഗം ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ സെൽഫ് സ്റ്റഡി ആയിട്ട് തുടങ്ങുന്നവരുണ്ടാവും. ചില സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലിരുന്ന് തനിയെ പഠിക്കുന്നവരുണ്ടാവും. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ ഡൗട്ട് ഉണ്ടാവുക. അപ്പം ഞാനും സെൽഫ് സ്റ്റഡി ആയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഓൺലൈനിലായിട്ട് കോച്ചിങ്ങിനൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിലും ആ തുടങ്ങിയ ടൈമിൽ എന്ത് പഠിക്കണം എന്നൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലൊരു റാങ്ക് ഫയലും വെച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ അങ്ങനെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നൊരിതിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് കറക്റ്റ് നമ്മൾ ഏതൊരു എക്സാമിനെയാണോ ഫോളോ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ കറക്റ്റ് സിലബസ് PSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈ വെക്കുക എന്നാണ്. ബുക്കിൽ എഴുതി വെച്ചും ചെയ്യാം. പിന്നെ ഞാൻ അധികം ടൈം വേസ്റ്റ് ആക്കേണ്ട എന്നുള്ള ഒരാളാണ്. കാരണം നമുക്ക് PSC പഠിക്കുന്നവരെ സംബന്ധിച്ച് സമയം തീരെ കിട്ടത്തില്ല. സോ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അതെടുത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഓരോ ടോപ്പിക്സിനെയും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഹിസ്റ്ററിയിൽ നിന്ന് ഇത്രയും ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ജോഗ്രഫി ഇതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചിലരെയൊക്കെ പരിചയമുണ്ട്. എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ മുതൽ പഠിക്കുന്നവരുണ്ട്. ഇനി ഹിസ്റ്ററി എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാത്തവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അത്രേ അറിയാത്തവരോ എന്ന് ചോദിച്ചാൽ അതെ, അത്രേ അറിയാത്തവരും ഉണ്ട്. പക്ഷേ അവരൊന്നും കറക്റ്റായിട്ട് ഒരു PSCയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നല്ല ധാരണ വരും. അപ്പോൾ ഇത് ഹിസ്റ്ററി ഭാഗം എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ന ഭാഗങ്ങൾ വരെ പറഞ്ഞ് ഞാൻ അങ്ങനെയുള്ള വ്ലോഗ് വരെ കണ്ടിട്ടുണ്ട്. കളിയാക്കുന്നതല്ല കേട്ടോ. അപ്പം അത് സ്വാഭാവികമാണ്. കാരണം എല്ലാവർക്കും ഈ PSCനെ കുറിച്ച് അറിയണമെന്നൊന്നുമില്ലല്ലോ. ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. എൻ്റെ അനുഭവം അത് തന്നെയാണ്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ എനിക്ക് അടുത്തറിയുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഒരു ബുക്ക് വാങ്ങിയിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ പഠിക്കുമായിരുന്നു. ഇൻട്രൊഡക്ഷൻ മുതൽ സത്യത്തിൽ ആവശ്യമില്ല. അതിൻ്റെ വേറെ കുറച്ച് ഭാഗങ്ങൾക്കാണ് അത് ആഴത്തിൽ പഠിക്കേണ്ടതെന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഞാനിത് ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാൾ, ഒരു ലിസ്റ്റിൽ പോലും വല്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് തർക്കിച്ച് പോലും നിൽക്കാൻ പറ്റില്ല. സോ ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർ വരെ ഉണ്ട്. അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി പേരുണ്ട്. എനിക്ക് 2-3 പേര് പരിചയത്തിൽ, ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ അറിവുണ്ടെന്നല്ല പറയുന്നത്. ഒരാളെ ഇതുപോലെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല അതിനെക്കുറിച്ച്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ സിലബസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇത്ര ഭാഗങ്ങളാണ്, ഇങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ SCRTക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. പണ്ടത്തെ പോലെ കുറച്ച് നാൾ മുന്നേ മാറിയ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ റാങ്ക് ഫയലൊക്കെ വെച്ച് എക്സാം ക്ലിയർ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ നമുക്കൊരിക്കലും റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ SCRTൻ്റെ ഗൈഡോ കുട്ടികളിൽ നിന്ന് ബുക്കോ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ ബുക്ക് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഗൈഡൊക്കെ ബുക്ക് സ്റ്റോളുകളിലൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് പഠിച്ചു തുടങ്ങുക. അവരാണെങ്കിൽ കറക്റ്റ് പാറ്റേണിലായിരിക്കും ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അങ്ങനെ ഒരു ബുക്ക് വാങ്ങി പഠിക്കാവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സമഗ്രേൻ്റെ സൈറ്റിൽ കയറുവാണെങ്കിൽ PDFs ഒക്കെ അവൈലബിൾ ആണ്. നോട്ട്സ് എഴുതിയും പഠിക്കാം. പിന്നെ യൂട്യൂബ് ക്ലാസ്സസൊക്കെ ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലും പഠിക്കാം. ഇന്നത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഏത് മീൻസ് ടെലഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ത്രൂ നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തിയാൽ മാത്രം മതിയാവും. പിന്നെ വേണ്ടത് PYQ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PYQ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഹോട്ട് ടോപ്പിക്സ് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് PSC ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ PYQ ബുക്ക് നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിലും ടെലഗ്രാം ചാനലിലൊക്കെ അടിപൊളി ജെന്യൂൻ ആയിട്ടുള്ള കുറേ ചാനൽസ് ഉണ്ട്, അവരൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ SCRTനോടൊപ്പം തന്നെ ഇപ്പം NCERTന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ NCERTയും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ നമ്മുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ SCRT NCERT നോക്കിയതിന് ശേഷം മാത്രം റാങ്ക് ഫയൽ നോക്കുക. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇത് 3 ഒഴിവാക്കിയിട്ടുള്ള ഒരു PSC എക്സാമും പാടില്ല. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാത്സ് പഠിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മലയാളം ഇംഗ്ലീഷും കുഴപ്പമില്ല, മാത്സ് പഠിക്കാൻ എന്താ അറിയില്ല, എനിക്ക് മടിയാണ്. അതെന്ത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. പതുക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ മാത്സ് പഠിച്ച് ഇതുവരെ എൻ്റെ സിലബസ് കംപ്ലീറ്റഡ് അല്ല. അപ്പം ഞാൻ എൻ്റെ മണ്ടത്തരം തന്നെ അങ്ങനെ ആരും ചെയ്യരുതെന്ന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മാത്സിനും നല്ലൊരു മാർക്ക് നമ്മുടെ ഇതിലുണ്ട്. എക്സാം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മലയാളത്തിനും ഇംഗ്ലീഷും മാത്സിനും നല്ലൊരു മാർക്കുണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പം പ്രിലിംസുകളുള്ള എക്സാമാണ് നമുക്ക് വേഗം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കണം. ഡെയിലി പഠിച്ചു പോകണം. ഡെയിലി അത് ഇപ്പോൾ ഇംഗ്ലീഷും മാത്സും ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അതിൻ്റെ കൂടെ GK പാർട്സ് ആയിട്ടുള്ള ഇതും SCRTക്ക് മുൻതൂക്കം കൊടുത്ത് പഠിക്കണം. ഈ ഒരു രീതിയിലാണ് ബിഗിനേഴ്സ് പഠിച്ചു പോകേണ്ടത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ SCRTൻ്റെ NCERTൻ്റെ ഒക്കെ പുറമെ ഇപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള സ്പെഷ്യൽ ബുക്സൊക്കെ ഉണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം അതൊക്കെ വായിക്കാനും അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ മലയാളം റാങ്ക് ഫയലിലൊക്കെ മാത്രം മലയാളം നോക്കിക്കൊണ്ടിരിക്കാതെ അതിനൊക്കെ സ്പെഷ്യൽ ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനൽസിനെ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാകും. മാത്സിനൊക്കെ നല്ല ചാനൽസ് ഒക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതിന് വേണ്ടി തന്നെയുള്ള, കാരണം പക്കാ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏതറിയാത്തവനും അറിയുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ബേസ് കിട്ടും. PSCൻ്റെ ഒരു എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടും. പിന്നെ ഡെയിലി റിവൈസ് ചെയ്യാം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട്